ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുവാൻ ചോദിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഏതായിരിക്കും ഏറ്റവും നല്ല ഒരു വിഷയം നമുക്ക് സംസാരിക്കുവാനായിട്ട്. പ്രത്യേകിച്ചും ഹെൽത്തിനെക്കുറിച്ച്. ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇന്ന് സംസാരിക്കുന്നതിൽ ഹെൽത്തിനെക്കുറിച്ച് ഞാൻ മാത്രമാണ് സംസാരിക്കുന്നത്. ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതുവഴി ഏത് രീതിയിലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വളരെ വ്യത്യാസമാണ്. നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളെ ഓരോ പേരെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമാണ്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ വികസ്വര രാജ്യങ്ങളാണെങ്കിലും വികസിത രാജ്യങ്ങളാണെങ്കിലും ന്യൂറോളജി സംബന്ധിച്ച അസുഖങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷാഘാതമാണ് ഏറ്റവും അധികം കാണപ്പെടുന്ന മസ്തിഷ്കത്തിന് ആഘാതമായിട്ട് പറയുന്നത്. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, നമ്മളിപ്പോൾ നോക്കിയാൽ ഒരു ലോകത്തിലിപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ അതുകൂടാതെ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നേരത്തെ ഏറ്റവും അധികം മരണങ്ങളുണ്ടായിരുന്നത് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന പകർച്ചവ്യാധികളായ അസുഖങ്ങൾ, മലേറിയ, ട്യൂബർക്കുലോസിസ് ഇങ്ങനത്തെ അസുഖങ്ങൾ കാരണമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഈ സെഞ്ച്വറിയിൽ ഏറ്റവും അധികം മരണം സംഭവിക്കുന്നത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും ഹൃദ്രോഗങ്ങളും പക്ഷാഘാതം, ഈ രോഗങ്ങളാണ് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത്. പക്ഷാഘാതത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ന്യൂറോളജി സംബന്ധമായ അസുഖങ്ങൾ നോക്കിയാൽ ഏറ്റവും അധികം വൈകല്യമുണ്ടാക്കുന്ന അസുഖമാണ് പക്ഷാഘാതം. അതോടൊപ്പം തന്നെ ഹൃദ്രോഗവും ക്യാൻസർ രോഗവും കഴിഞ്ഞാൽ ഏറ്റവും അധികം രോഗികൾ മരണപ്പെടുന്നതിൻ്റെ കാരണവും പക്ഷാഘാതമാണ്. ഏത് രീതിയിലാണ് നമുക്ക് ഇത് പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അമേരിക്കൻ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പക്ഷാഘാതം വരുന്നതിൻ്റെ സാധാരണ ഒരു പ്രായം നോക്കിയാൽ 60, 65, 70 ഇടയ്ക്കുള്ള പ്രായമാണ്. അതേസമയം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നോക്കിയാൽ അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 50, 55 ഇടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു 10 വർഷം മുമ്പെയാണ് ഈ പക്ഷാഘാതം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ പക്ഷാഘാതം ഇപ്പോൾ 50 വയസ്സെന്ന് പറയുന്നത് ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളവും അവർ ജോലിയിലാണെങ്കിലും അവരുടെ ജീവിതത്തിലാണെങ്കിലും ഏറ്റവും അധികം പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്നൊരു പ്രായമാണ്. ആ പ്രായത്തിലാണ് നമുക്ക് പലപ്പോഴും ഈ പക്ഷാഘാതം വരുന്നത്. ഈ പക്ഷാഘാതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 100 പേർക്ക് പക്ഷാഘാതം വരുന്നു എന്ന് വയ്ക്കുക. ഒരു മാസത്തിനകം അതിൽ 25 മുതൽ 30% രോഗികൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അത്രയധികം പ്രാധാന്യമുള്ള ഒരു അസുഖമാണ് പക്ഷാഘാതം. അതോടൊപ്പം തന്നെ മരണപ്പെടാതെ ഇതിനെ അതിജീവിക്കുന്ന രോഗികളിൽ ഒരു 30 മുതൽ 50% പേര് പരസഹായമില്ലാതെ പിന്നെ തുടർന്നുള്ള ജീവിതം പരസഹായമില്ലാതെ സാധ്യമാവില്ല. ഈ അസുഖത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയതിനേക്കാളും ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ അപസ്മാരം കൂടി വരികയും അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരാശരി കാണുന്നത്, ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയാണെങ്കിലും 6 സെക്കൻഡിൽ ഒരു രോഗി മരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷാഘാതം കാരണം. അപ്പോൾ എന്താണ് ഈ പക്ഷാഘാതം? പക്ഷാഘാതം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, നമ്മുടെ തലച്ചോറിനുള്ളിൽ രക്തക്കൊഴലുകളിൽ ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ക്ലോട്ട് അടയുകയും അങ്ങനെ ഒരു അടവ് വരുന്നത് കാരണം, ഈ രക്തയോട്ടം വഴിയാണല്ലോ നമ്മുടെ തലച്ചോറിനുള്ളിലെ കോശങ്ങൾക്ക് അവൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്, ഓക്സിജനും എല്ലാം കിട്ടുന്നത്, ഓക്സിജനും ഗ്ലൂക്കോസൊക്കെ കിട്ടുന്നത്. അതിലൊരു അടവ് വരുന്ന സമയത്ത് ആ രക്തക്കുഴൽ
കാരണം ജീവിക്കുന്ന ആ കോശങ്ങൾ നശിക്കുകയും അതോടൊപ്പം ആ കോശങ്ങൾ കാരണം നമുക്ക് കൈകാലനക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുക, നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, ഈ കാര്യങ്ങൾ നഷ്ടപ്പെടും. അതേപോലെ ഇതിനെ നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ രക്തക്കുഴൽ അടഞ്ഞിട്ട് നമുക്ക് വരുന്ന സ്ട്രോക്കാണ് ഈ ഇസ്കീമിക് സ്ട്രോക്ക്. 80% പക്ഷാഘാതവും ഈ കാരണത്താലാണ് ഉണ്ടാകുന്നത്. അതേസമയം നമ്മൾ രക്തക്കുഴൽ പൊട്ടിയിട്ട്, എന്ന് വെച്ചാൽ രക്തക്കുഴൽ പെട്ടെന്ന് ബേസ്റ്റ് ചെയ്തിട്ട് രക്തം പുറത്തു വരികയും അത് കാരണം നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഈ രക്തക്കട്ട അടഞ്ഞിട്ടുള്ള പക്ഷാഘാതം വെച്ച് നോക്കുമ്പോൾ ധമനി പൊട്ടിയിട്ടുണ്ടാകുന്ന പക്ഷാഘാതം വളരെ സീരിയസ് ആണ്. അതിൽ 50% രോഗികളും മരണപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ പക്ഷാഘാതത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കുക? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ പരിമിതമാണ്. ചികിത്സയുണ്ട്, പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. അതുകൂടാതെ തന്നെ പക്ഷാഘാതം കാരണം ഉണ്ടാകുന്നതിൽ നിന്ന് പേഷ്യൻറ്റിനെ അതിജീവിച്ച് വരുന്നത് നല്ലൊരു ശതമാനം പേരിലും അത് സാധ്യമല്ല. നമ്മളിപ്പോൾ പഠനങ്ങൾ നോക്കിയാലും മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടൊരു 10 കാരണങ്ങളാണ് പക്ഷാഘാതം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസം വരുത്താം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ ജീവിതശൈലി മാറ്റമാണ് പക്ഷാഘാതം കൂടാനായിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലുള്ള പ്രധാന കാരണം. ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പുകവലി, മദ്യപാനം, ഇത് രണ്ടും പ്രധാനമായിട്ടും നമ്മൾ പക്ഷാഘാതത്തിനൊരു കാരണം. മദ്യപാനം വെച്ച് നോക്കുമ്പോൾ അതിലേറെ പുകവലിയാണ് ഏറ്റവും പ്രധാന കാരണം. മൂന്നാമത് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സെഡൻഡറി ലൈഫ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇപ്പം കൂടുതലായിട്ട് വ്യായാമം ചെയ്യുന്ന ജോലികളൊന്നും ചെയ്യുന്നില്ല. നമ്മളെല്ലാം കൂടുതലും ഇരുന്നുള്ള ജോലികളാണ്. ആരും കാര്യമായിട്ട് ഒരു എക്സസൈസ് ചെയ്യുകയോ ആ ഒരു രീതിയേ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പഠനങ്ങൾ കാണിക്കുന്നതും എക്സസൈസ് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ 3 ദിവസം എക്സസൈസ് ചെയ്താൽ തന്നെ പക്ഷാഘാതം വരാനുള്ള സാധ്യത 2 ഇരട്ടി കുറയാനാണ് സാധ്യത. അപ്പോൾ അത്രയധികം ഈ എക്സസൈസിന് പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞ് ഈ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന പ്രമേഹ രോഗവും അതേപോലെ തന്നെ അമിതമായ രക്തസമ്മർദ്ദവുമാണ്. എന്തുകൊണ്ട് അത് കൂടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാര രീതി, നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, ഇതെല്ലാം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ കേരളമാണ് ഇന്ത്യയുടെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അധികം ഡയബറ്റിസ് ഉള്ള രോഗികൾ കേരളത്തിലാണ്. ഡയബറ്റിസും ഈ അമിതമായ ബ്ലഡ് പ്രഷറുമാണ് ഏറ്റവും അധികം സ്ട്രോക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന കാരണങ്ങൾ. ഇത് കൂടാതെ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഒരു കാരണമായിട്ട് പറയുന്നത് സ്ട്രെസ്സാണ്. ജീവിതത്തിലെ സ്ട്രെസ്സ് കാരണം പക്ഷാഘാതമോ സ്ട്രോക്കോ വരത്തില്ല. അതിനെ വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. അതേപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയും, നമ്മൾ മാനസികമായിട്ടുള്ള വിഷാദവും അതിനൊരു കാരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊഴുപ്പ് കുറവുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയിൽ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർന്നുള്ള ആഹാരം കഴിക്കുക. ആഹാര രീതി ഈ നമ്മുടെ ഡയറ്റും നമ്മുടെ എക്സസൈസും നമ്മൾ വളരെ നന്നായിട്ട് ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും എല്ലാം കൺട്രോൾ ചെയ്തിരുന്നാൽ ഒരു 20 മുതൽ 30% വരെ പക്ഷാഘാതം വരാനുള്ള സാധ്യത നമ്മളിൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ജീവിതശൈലി ഒരു പ്രധാന കാര്യമാണ്. മാത്രമല്ല നമ്മൾ എല്ലാ പഠനങ്ങളും ഇന്ത്യയിലെന്നല്ല പുറത്തുള്ള പഠനങ്ങൾ നോക്കിയാലും ഇത് ഒരു പ്രധാന കാര്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ പക്ഷാഘാതം ഇപ്പോൾ അത് പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പക്ഷാഘാതം എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
പക്ഷാഘാതത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ രോഗിക്കൊരു വേദന വരും, രോഗി ഉടനെ ആശുപത്രിയിൽ പോകും. എന്നാൽ പക്ഷാഘാതത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും രോഗിക്ക് വേദനയോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടുള്ള പറയാനുള്ള ശേഷി ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. പലപ്പോഴും രോഗികൾ സമയത്ത് ആശുപത്രിയിൽ എത്താറില്ല. ഒരു രോഗിക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പക്ഷാഘാതം വന്നു, നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ഒന്ന്, പെട്ടെന്നുണ്ടാകുന്നത്. പക്ഷാഘാതം എന്ന് പറയുന്നത് മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകമാണ് ഉണ്ടാകുന്നത്. ഒരു സൈഡിന് പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവ്, ഒരു സൈഡിനായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെടുക, അതോടൊപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ വരിക, അല്ലെങ്കിൽ ഒരു വേദിയിലിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയോ പെട്ടെന്ന് പേഷ്യൻ്റ് ബോധമില്ലാതെ വീഴുക. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ നിമിഷങ്ങൾക്കകം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് നമ്മുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നു, നിമിഷങ്ങൾക്കകം വരുന്ന ഒരു കാര്യമാണ് പക്ഷാഘാതം. ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ നിങ്ങളൊരു CT സ്കാൻ ഫെസിലിറ്റി ഉള്ള, എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോ നിങ്ങൾ പോകുന്നത് കൊണ്ട് നിങ്ങൾ സമയം നഷ്ടപ്പെടുകയുള്ളൂ. ഒരിക്കലും ഈ തരത്തിലുള്ള സിംറ്റംസാണ് കാണുന്നെങ്കിൽ എത്രയും നേരത്തെ ഒരു CT സ്കാൻ ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയിൽ തന്നെ പോകണം. നമ്മളതിനാണ് ടൈം ഇസ് ബ്രെയിൻ എന്ന് പറയുന്നത്. ടൈം ഇസ് ബ്രെയിൻ എന്ന് പറയുന്ന ഓരോ സെക്കൻഡുകളോ മിനിറ്റുകളോ കൂടുന്തോറും കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. ഒരു മിനിറ്റിനകം 1 മില്യൺ കോശങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് നമ്മൾ സമയത്ത് ആശുപത്രിയിൽ എത്തുന്നതിന്. നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കിയാൽ നമ്മുടെ മിക്ക 10 ഡിസ്ട്രിക്റ്റ് ആശുപത്രിയിൽ ഇപ്പോൾ സ്ട്രോക്ക് യൂണിറ്റുകളുണ്ട്. ഈ സ്ട്രോക്ക് യൂണിറ്റുകളിലെല്ലാം സ്ട്രോക്ക് ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും അതിനുള്ള സംവിധാനമുണ്ട്. പിന്നെ പ്രധാന പ്രൈവറ്റ് ആശുപത്രികളിലെല്ലാം ആ സംവിധാനമുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ആയുഷ്മാൻ ഭാരതിൻ്റെ ഇതനുസരിച്ച് ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ പാക്കേജിൽ കവേർഡുമാണ്. അപ്പോൾ ചികിത്സ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 25 വർഷത്തിന് മുമ്പ് വെച്ച് നോക്കുന്നതും അന്ന് പക്ഷാഘാതത്തിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായ ബലക്കുറവിനെയോ ശരിയാക്കാനായിട്ടുള്ളൊരു ചികിത്സയില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ 20 വർഷത്തിനകം ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും അധികം ന്യൂറോളജി സംബന്ധമായ അസുഖങ്ങളിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം അഡ്വാൻസസ്, ഏറ്റവും അധികം പുരോഗതി വന്നിട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷാഘാതം. ഇപ്പോൾ നമുക്ക് ക്ലോട്ട് അലിയിക്കുന്ന ഒരു ചികിത്സ അവൈലബിളാണ്. ക്ലോട്ട് അലിയിക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ വെയിനിൽ കൂടെ കൊടുക്കുന്ന ഒരു മരുന്നാണ്. നമ്മളൊരു CT സ്കാൻ ചെയ്യും, അത് പക്ഷാഘാതമാണെന്ന് സ്ഥിരീകരിക്കുകയും ഈ മരുന്ന് കൊടുക്കുകയും ചെയ്യും. 100 പേർക്ക് ഈ മരുന്ന് കൊടുത്താൽ 30 മുതൽ 40% പേരിൽ ആ മരുന്ന് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ വളരെ വലിയ സ്ട്രോക്ക് വരിക, വളരെ വലിയ പക്ഷാഘാതം വരിക എന്ന് വെച്ചാൽ ഒരു സൈഡ് കംപ്ലീറ്റ് തളർന്ന് സംസാരശേഷി നഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ വലിയ സ്ട്രോക്ക് വരുന്ന സമയത്ത് സാധാരണഗതിയിൽ പ്രധാനമായിട്ടുള്ള രക്തക്കൊഴലിലായിരിക്കും ബ്ലോക്ക് വരുന്നത്. അങ്ങനത്തെ ബ്ലോക്ക് വരുന്ന രോഗികളിൽ സാധാരണഗതിയിൽ ഞാൻ ഈ പറയുന്ന പോലെ ക്ലോട്ട് അലിയിക്കുന്ന മരുന്ന് കൊണ്ട് മാത്രം ഗുണം കിട്ടിയില്ല എന്ന് വരും. അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വളരെയധികം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പം പുതിയ ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഉണ്ട്. ആ സ്റ്റെൻറ്റ് റിട്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള കത്തീറ്റർ വെച്ച് നമ്മൾ വെയിനിൽ കൂടെ ആ ബ്ലോക്ക് തലച്ചോറിനുള്ളിൽ പോയി നമ്മൾ ഹാർട്ടിലൊക്കെ സ്റ്റെൻറ്റ് ഇടുന്ന പോലെ ആ ബ്ലോക്ക് എടുത്തു മാറ്റാൻ സാധിക്കും. ഈ ചികിത്സ ഏറ്റവും വലിയ ഒരു പുരോഗതിയായിട്ടാണ് സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. ഈ ചികിത്സ കഴിഞ്ഞ 8 വർഷമായിട്ടാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചികിത്സ വഴി നമുക്ക് 40 മുതൽ 50% രോഗികൾ പഴയതുപോലെ അവർക്ക് നോർമലാകാൻ സാധിക്കും. അത്രയധികം ചികിത്സ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയേക്കും. പക്ഷേ ഈ ചികിത്സയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെയധികം കോസ്റ്റ് വരുന്ന ചികിത്സയാണ്. ചികിത്സ വളരെയധികം ഒരു 2.5 ലക്ഷം രൂപ വരെ ചികിത്സ വരുന്നതാണ് ഈ ത്രോംബെക്ടമി ചികിത്സ. പക്ഷേ ഇന്ന് അതും നമ്മുടെ ഈ പാക്കേജുകൾ, ഹെൽത്ത് പാക്കേജുകളിൽ കവേർഡാണ്.
ഇതുകൂടാതെ ബ്ലീഡിങ് കാരണമാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ അവർക്കും നമുക്ക് സ്ട്രോക്ക് യൂണിറ്റുകളിൽ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രോക്ക് പേഷ്യൻസിനെ ചികിത്സിക്കാൻ ഉള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടറും നേഴ്സും എല്ലാം ചേർന്ന് ചികിത്സിക്കുന്ന ഒരു സെപ്പറേറ്റ് ഒരു ഏരിയയാണ് നമ്മൾ സ്ട്രോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് ഈ സ്ട്രോക്ക് യൂണിറ്റുകളിൽ ചികിത്സിക്കുന്നത് വഴി രോഗികൾക്ക് മരണം വരാനുള്ള സാധ്യത കുറവും അതോടൊപ്പം തന്നെ വൈകല്യങ്ങൾ കുറയാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മളൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഒരു 3-4 വർഷത്തിന് മുമ്പ് വരെ 200-ന് താഴെ സ്ട്രോക്ക് യൂണിറ്റിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഇടയ്ക്ക് നമ്മളൊരു ജിയോ മാപ്പിംഗ് ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ മനസ്സിലായത് അത് 520 കൂടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നല്ലൊരു പ്രധാനമായിട്ടുള്ള മിക്ക സ്റ്റേറ്റുകളിലും ഈ ഫെസിലിറ്റി അവൈലബിളാണ്. പക്ഷേ പ്രധാനമായിട്ടും ഈ ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ചികിത്സ രോഗികൾക്ക് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം രോഗികൾ സമയത്ത് ആശുപത്രിയിൽ എത്താതിരിക്കുന്നതാണ് പ്രധാന കാരണം. അപ്പോൾ അത് കാരണം നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ഇതിലേതെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും പക്ഷാഘാത ചികിത്സ ലഭ്യമാവുന്ന എന്ന് വെച്ചാൽ CT സ്കാൻ ഫെസിലിറ്റിയുള്ള ന്യൂറോളജിസ്റ്റിൻ്റെ ഫെസിലിറ്റി സഹായം കിട്ടുന്ന ഏത് ആശുപത്രിയിലും മാത്രമേ നമ്മൾ പോയി ചികിത്സ നേടാൻ സാധിക്കാവൂ. എന്തെന്നാൽ നിങ്ങൾ വേറൊരു ചെറിയ ആശുപത്രിയിൽ പോകുന്നത് വഴി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സ എന്ത് വേണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് രോഗികളെ കാണുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പിയും അതോടൊപ്പം തന്നെ സ്പീച്ച് തെറാപ്പിയും എന്ത് കാരണത്താൽ സ്ട്രോക്ക് വന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്ന പോലെ ചികിത്സ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനുള്ള ചികിത്സയാണ്. അതിൽ കുറച്ച് ദിവസത്തെ ചികിത്സയല്ല. നമ്മൾ ഈ ഇടയ്ക്ക് നടത്തിയ ഒരു പഠനത്തിൽ തന്നെ മനസ്സിലാക്കിയത് അമിതമായ സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രമേഹ രോഗമോ ഉള്ള രോഗികളിലോ അല്ലെങ്കിൽ പുകവലിയുള്ളവരിലോ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പോലും 40% പേര് മാത്രമേ അവരുടെ ഈ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് വരാതിരിക്കാൻ കഴിക്കാനുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ 40 മുതൽ 50% പേര് മാത്രമേ ആ മരുന്നുകൾ കഴിക്കുന്നുള്ളൂ. അപ്പം പ്രധാനമായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്ങനെയാണ് ഷുഗർ ഉണ്ടെന്നറിയുക, അല്ലെങ്കിൽ അമിതമായ ബ്ലഡ് ഷുഗർ എങ്ങനെയുണ്ടെന്നറിയും, അമിതമായ ബ്ലഡ് പ്രഷർ എങ്ങനെയുണ്ടെന്നറിയും. അത് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 35-40 വയസ്സിന് ശേഷം എല്ലാവരും നമ്മുടെ അടുത്ത എല്ലാ PHCയിലും BP നോക്കാവുന്നതാണ്, ബ്ലഡ് ഷുഗർ നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പോയി നോക്കണം. നല്ലൊരു ശതമാനം പേരും അവർക്ക് അമിതമായ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഉണ്ടെന്നോ അറിയുന്നത് അവർക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരുന്ന സമയത്താണ്. അതുകൊണ്ട് ഇങ്ങനൊരു ടെസ്റ്റ് വഴി ഇതെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ നമ്മുടെ ചികിത്സാ സംബന്ധമായിട്ട് വേറെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞു ഒരു സൈഡ് തളർന്നുപോയി, അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാം പോയി എന്നുള്ളൊരു രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്യുന്നത് വഴി നല്ലൊരു രീതിയിൽ നമുക്ക് തിരിച്ച് സൊസൈറ്റിയിൽ വരാനും നല്ലൊരു രീതിയിൽ രോഗികൾക്ക് തിരിച്ച് അവരുടെ ജീവിതത്തിൽ വരുവാനും സാധിക്കും. മാത്രമല്ല ഇപ്പോൾ ഇഷ്ടംപോലെ ഫിസിയോതെറാപ്പിക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംസാരശേഷി പോയവർക്കാണ് നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നത്. അതേപോലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടാണ്. സ്ട്രോക്ക് വന്ന ഒരു 40-50% പേരിൽ അവർ വിഷാദത്തിലോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ അതിന് തൊട്ട് മുമ്പ് വരെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു സൈഡ് തളർന്നു പോവുകയും അവരുടെ ജീവിതം പെട്ടെന്ന് വേറൊരു ലെവലിലാവുന്ന സമയത്ത് വിഷാദം അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ കുടുംബത്തിലുള്ളവരല്ലെങ്കിൽ കൂടുതലും അവരുടെ കുടുംബത്തിലുള്ള ആരാണെങ്കിലും
അവർക്ക് കൊടുക്കേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുവഴി നല്ലൊരു രീതിയിൽ പേഷ്യൻറ്റിന് തിരിച്ച് അവരുടെ ജീവിതത്തിൽ വരുവാനും സാധിക്കും. ഞാൻ സമയത്തിൻ്റെ ലിമിറ്റ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സ്ട്രോക്ക് എങ്ങനെ അല്ലെങ്കിൽ പക്ഷാഘാതം എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും, വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് തിരിച്ചറിയുക, ഏറ്റവും പ്രധാനമായിട്ടും സമയം നഷ്ടപ്പെടാതെ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ പോയി ചികിത്സ നേടുക, അതോടൊപ്പം സ്ട്രോക്ക് വന്ന ശേഷവും നമുക്കൊരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ പറയുന്നത് ലൈഫ് ആഫ്റ്റർ സ്ട്രോക്ക്. അപ്പോൾ അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. സ്ട്രോക്ക് വന്ന രോഗികൾ അവരുടെ തന്നെ വിജയത്തിൻ്റെ കഥകൾ പറയുകയും അതുവഴി സ്ട്രോക്ക് വന്നവരെ അവരെ കൂടുതൽ അവരെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക, അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിൽ പോകാനും തിരിച്ച് അതേപോലെ ജോലിയിൽ തിരിച്ചു പോകാനും സാധിക്കും. താങ്ക് യു.